യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം, സമാധാനത്തോടെ ഇരിക്കാം, സ്വസ്ഥതയോടെ ഇരിക്കാം. നിങ്ങൾ ദൈവവചനം കേൾക്കാനിരിക്കുമ്പോൾ ഈ വചനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയും മനസ്സും എല്ലാം ഉണ്ടായിരിക്കട്ടെ. ഈ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനവും സ്വസ്ഥതയും ദൈവാനുഗ്രഹവും അനുഭവിക്കാൻ കഴിയട്ടെ. കാരണം ഇത് ദൈവം ഒരുക്കിയ ഒരു കൂട്ടായ്മയാണ്. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന അധികം ആരും തമ്മിൽ ഒരു രക്തബന്ധവും ഇല്ലായിരിക്കാം. പക്ഷേ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരു ഹൃദയബന്ധമുണ്ട്. ദൈവം തന്ന ബന്ധമാണിത്. ദൈവം ഒരുക്കിയ കൂട്ടായ്മയാണ്. ആരുമാകട്ടെ, തമ്മിൽ കണ്ടിട്ടില്ലാത്തവരാകാം, കേട്ടിട്ടില്ലാത്തവരാകാം, അങ്ങനൊന്നും അറിയത്തുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവം ഒരുക്കിയ ഒരു കൂട്ടായ്മയാണിത്. ഒരു കുടുംബ ബന്ധമുണ്ട്, ഒരു നല്ല ദൈവനിയോഗമുള്ള ബന്ധമുണ്ട്. ഇതിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, അനേകം ആളുകൾ ഞങ്ങളിലൂടെ വചനം കേൾക്കാനിടയാകണമേ. ഞങ്ങളിലൂടെ ആരെങ്കിലുമൊക്കെ സന്തോഷിക്കാനിടയായാൽ, മുഖത്ത് അവർക്കൊരു പുഞ്ചിരി ഉണ്ടാകാൻ കാരണമായാൽ, ഒരു പ്രതീക്ഷയ്ക്ക് നമ്മളിലൂടെ ഒരാൾ കാരണമായാൽ, അതൊരു സമ്പത്താണ്. അതൊരു നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തിനേക്കാൾ വലിയ സമ്പത്താണ്. മറ്റൊരാളുടെ പ്രതീക്ഷയ്ക്ക് കാരണമാകുന്ന ഒന്നിനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹവും ബന്ധവും വർദ്ധിക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കാം. മനസ്സുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ ഒന്നിച്ച് വചനം കേൾക്കുന്ന നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം നമുക്ക് ഇന്ന് ശ്രദ്ധയോടെ കേൾക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള വാക്യമാണ് വായിക്കുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള വാക്യം വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കുമോ? മനസ്സൊരുക്കിക്ക് ശ്രദ്ധയോടെ കേട്ടെ. ഇങ്ങനെയാണ് വചനം പറയുന്നത്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ബിസിനസ് ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് ഞാൻ പറയട്ടെ. നമ്മളൊക്കെ ഇങ്ങനെ പറയില്ലേ, ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ പൈസ ഉണ്ടാക്കും, ആ ബിസിനസ് നടത്തും, ആ ഒരു കാര്യം ചെയ്യും. അങ്ങനെ പറയരുതെന്ന് എഴുതിയിരിക്കുകയാണ്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ, ഇന്ന രാജ്യത്ത് പോയി, ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ബിസിനസ് ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. 14-ാമത്തെ വാക്യം. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. നാളെ നമ്മുടെ കയ്യിലല്ല, നാളെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നാളെ എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്? 15-ാമത്തെ വാക്യം. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: കർത്താവ് മനസ്സാകുന്നെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു നിയോഗം ഉണ്ടെങ്കിൽ, ദൈവം മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. 2 കാര്യങ്ങൾ കേട്ടോ. നമ്മളിങ്ങനെ പറയരുതെന്ന്. ഞങ്ങൾ ഇന്ന പോലെ ചെയ്യും, ഞാൻ ഇന്നതുപോലെ പഠിച്ച് ഇന്ന പരീക്ഷ എഴുതി ഇന്ന രാജ്യത്ത് പോകും, ഞാൻ ഇന്ന ബിസിനസ് ചെയ്യും, ഇന്ന പോലെ സ്ഥലം മേടിക്കും. ഇതൊക്കെ അങ്ങനെയല്ല പറയേണ്ടതെന്ന്. ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ പോകും, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ ആ പരീക്ഷ എഴുതും, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ ആ വീട് സ്ഥലവും മേടിക്കും, ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യും, ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ ഇവിടെ ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കും. ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല ഇവിടെ അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം നടക്കും. ദൈവം മനസ്സാകുന്നെങ്കിൽ അത്ഭുതം നടക്കട്ടെ. ദൈവം മനസ്സാകുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ അവിടെ വലിയ കാര്യങ്ങൾ സംഭവിക്കട്ടെ. എല്ലാത്തിനും നമ്മൾ പറയണം ദൈവം മനസ്സാകുന്നെങ്കിൽ, ദൈവഹിതമാണെങ്കിൽ. ഒരു വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവ പദ്ധതിയാണെങ്കിൽ നടക്കട്ടെ.
ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, ആ പരീക്ഷ എഴുതി പാസ്സാകണം, ഇന്ന രാജ്യത്ത് പോകണമെന്നും ആഗ്രഹം, ആ സ്ഥലം വിറ്റ് കുറച്ചുകൂടെ നല്ലൊരു സ്ഥലത്തേക്ക് പോകണമെന്നും ആഗ്രഹം. ദൈവം മനസ്സാകുന്നെങ്കിൽ, ഇപ്പം നിങ്ങൾ നല്ലൊരു വീടൊക്കെ വെച്ചു, നല്ലപോലെ നല്ലൊരു ചുറ്റുപാട് ജീവിക്കുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് പറയുക, വലിയ വീടാ, ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയുമ്പോഴും, ഞങ്ങൾ ലോൺ എടുത്ത് വെച്ചതാ, ഞങ്ങളുടെ പിള്ളേർ അമേരിക്കയിൽ നിന്ന് പൈസ അയച്ചു, ഞങ്ങളെ സഹായിച്ചു, അതെല്ലാം പറഞ്ഞു. പക്ഷെ ആ കൂട്ടത്തിൽ ആദ്യം പറയണം, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവം ഒരുക്കിയതാണ്, ദൈവം നൽകിയതാണ്. ഇത് കൊള്ളാവുന്നൊരു വാഹനമാണല്ലോ, ഞങ്ങളിങ്ങനത്തെ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിച്ചു, ഞങ്ങളുടെ നേരത്തെ തൊട്ടുള്ള ആഗ്രഹം എങ്ങനെ എടുക്കണമെന്ന് അല്ല, ദൈവം മനസ്സായതുകൊണ്ട്, ദൈവ പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരെണ്ണം എടുത്തത്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. എല്ലാത്തിനും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവിടെ കൊണ്ടുവരണം. ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടാണ്, ദൈവം സഹായിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഉണ്ടല്ലോ അവിടെ സ്വർഗം സന്തോഷിക്കും, നമ്മളെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. നമുക്കുള്ള അനുഗ്രഹങ്ങൾ വീണ്ടും വർദ്ധിക്കാനിട വരും. നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്? ഇന്നോ നാളെയോ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് പൈസയുണ്ടാക്കും, ലാഭം ഉണ്ടാക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അങ്ങനെ പറയണ്ട. എങ്ങനെ പറയണം? ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ പോകും, ഞങ്ങൾ വ്യാപാരം ചെയ്യും, യഥായുക്തം പ്രവർത്തിക്കും. നമുക്കെല്ലാം അങ്ങനെ പഠിച്ചാലോ, ഇന്ന് തൊട്ട് അങ്ങനെ ചിന്തിച്ചാലോ, ദൈവം മനസ്സാകുന്നെങ്കിൽ. ഇവിടെ ഒന്ന് പോകാൻ പറ്റിയില്ലല്ലോ, ഒരു ദിവസം അവിടെ പോകാൻ പറ്റിയില്ലല്ലോ, ദൈവം തിരുമനസ്സാകുമ്പം, ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നിങ്ങളിൽ വെളിപ്പെടുമ്പം ഇവിടെ വരാൻ പറ്റും. ദൈവം തിരുമനസ്സാകുമ്പം ആരെയും വലിച്ച് ബഹളം വെച്ച് വഴക്കുണ്ടാക്കി ഒന്നും എവിടെയും പോകണ്ട. ദൈവത്തിൻ്റെ പദ്ധതി ആകുമ്പം തന്നെ ആ കാര്യങ്ങൾ തെളിഞ്ഞു വരും. ദൈവത്തിൻ്റെ സമയം, ദൈവഹിതപ്രകാരം ആ വീട് പണി തുടങ്ങും, ദൈവഹിതപ്രകാരം ആ വീട് പണി പൂർത്തിയാകും, ദൈവഹിതപ്രകാരം ആ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കും, ദൈവഹിതപ്രകാരം നല്ല മാർക്കൊക്കെ കിട്ടും, ദൈവഹിതപ്രകാരം നല്ലൊരു രാജ്യത്ത് പോകാൻ ഇടവരും, അല്ലെങ്കിൽ നല്ലൊരു ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് വീണ്ടും മുന്നോട്ട് പോകും. ദൈവം തിരുമനസ്സാകുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരു വാഹനമുണ്ട്, നല്ല വാഹനമാണ്, വേഗത്തിലത് മേടിച്ചോളുക. വേഗത്തിലത് മേടിച്ചു, ഇല്ലെങ്കിൽ നമുക്കൊരു ടോക്കൺ കൊടുക്കാം, ഒരു 1000 രൂപ കൊടുത്തു വെക്കാം, അല്ലെങ്കിൽ അദ്ദേഹം വേറെ ആർക്കെങ്കിലും അത് വിറ്റാലോ, നല്ല വണ്ടിയായി, ഇങ്ങനെ ഒരു വണ്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ, ദൈവഹിതം ഉള്ളതാണ്, നമുക്കുള്ളതാണെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ കൈ കിട്ടും. ഒരു ടോക്കണും കൊടുക്കണ്ട, ഇപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞു, 1.5 മാസം കഴിഞ്ഞു, ഏകദേശം 2 മാസത്തോളം അതിനിടയിൽ കഴിഞ്ഞു. പക്ഷേ ആ 2 മാസം കഴിഞ്ഞ് ആ വാഹനത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും ആ വാഹനം അവിടെ ഉണ്ട്, ആ വാഹനം എത്തേണ്ട കരങ്ങളിൽ എത്തി. അപ്പോൾ ഇത് പറയുകയാണ്, ഇതും ആരും മേടിക്കാൻ അത്ഭുതമായിപ്പോയി, ഇത് നേരത്തെ ഇത് പലരും വന്ന് നോക്കിയതാ. എങ്ങനെയൊക്കെ പറഞ്ഞാലും ദൈവം എനിക്ക് വേണ്ടി തന്നതാണോ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതാണോ, നമ്മൾ പ്രാർത്ഥനയോടെയാണോ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത്, അത് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കും. ദൈവം നമുക്കത് തന്നിരിക്കും. ദൈവഹിതപ്രകാരം അത് നമ്മുടെ ജീവിതത്തിൽ വരും. പ്രാർത്ഥിക്കുവാണ്. ഈ വചനം എല്ലാം ഈ വചനം നിങ്ങൾ കേൾക്കുന്നത് ദൈവഹിതപ്രകാരമാണ്. ഈ വചനം 50 പേർക്ക് 100 പേർക്ക് സ്റ്റാറ്റസ് ഇടുന്നു, അയച്ചു കൊടുക്കുന്നു, അത് ദൈവഹിതപ്രകാരമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, അത് ദൈവ പദ്ധതിയാണ്. ആ വ്യക്തി നിങ്ങളിലൂടെ വചനം കേൾക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഈ ശുശ്രൂഷയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. നമ്മുടെ കഴിവല്ല, നമ്മുടെ ശക്തിയല്ല, നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ടൊന്നുമല്ല, ദൈവഹിതമായതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ടാണ്, ദൈവം അത് തിരഞ്ഞെടുത്തത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ കരം ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കിൻ്റെയോ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെയോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒന്നുമല്ല പ്രത്യേകത, അത് ദൈവ പദ്ധതി ഉള്ളതുകൊണ്ടാണ്, ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം കേട്ട ഈ ഒരു കാര്യത്തെ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാണ്. വെള്ളിയാഴ്ച 3-ാം വെള്ളിയാഴ്ചയാണ്, 7 ആശീർവാദത്തോടെയുള്ള ദിവികാരന് പ്രദക്ഷിണമുള്ള ദിവസമാണ്. അന്ന് നമ്മുടെ ഈ ആലയത്തിൽ അനുഗ്രഹീതനായൊരു വൈദികൻ ഇവിടെ വരുന്നുണ്ട്. എന്നെ ഈ ധ്യാനത്തിലേക്കും വചന ശുശ്രൂഷയിലേക്കൊക്കെ എത്തിച്ചത് ആ ദൈവനിയോഗമുള്ള ആ മനുഷ്യനിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിങ്ങനെ ആകാനുള്ള ഒരു കാരണം അതാണ്. ആ ദൈവനിയോഗമുള്ള മനുഷ്യൻ, ആ പുരോഹിതൻ നൽകിയ, മനസ്സുകൊണ്ട് നൽകിയ ആ അനുഗ്രഹമാണ് എന്നെ മുന്നോട്ടെത്തിച്ച്. പല സമയത്തും തളർന്നു പോയപ്പോഴും ആ ദൈവനിയോഗമുള്ള വൈദികൻ്റെ വാക്കുകളാണ് എന്നെ ബലപ്പെടുത്തിയത്. അത് മറ്റാരുമല്ല, ബാംഗ്ലൂർ റിനീവൽ റിട്രീറ്റ് സെൻറ്ററിൻ്റെ സ്ഥാപകനായ
ബഹുമാനപ്പെട്ട ജോർജ് ജേക്കബ് പൂതക്കുഴി അച്ഛൻ ഇപ്പോൾ മലയാറ്റൂരുള്ള ഇല്ലിത്തോട് ആശ്രമത്തിൽ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. അച്ഛനാണ് ഈ 3-ാം വെള്ളിയാഴ്ച ബലിയർപ്പിച്ച് വചനം പ്രസംഗിച്ച് പ്രാർത്ഥിക്കുന്നത്. അനുഗ്രഹമാണ്. ഒരിക്കലും പറ്റുവാണെങ്കിൽ ഒക്കുവാണെങ്കിൽ അത് മുടക്കരുത്. ആ ശുശ്രൂഷയിൽ ഈ പരിസരത്തുള്ളവരോ അറിയുന്നവരോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരറിയിപ്പായിട്ട് കാണുക. ആ അച്ഛൻ്റെ അനുഗ്രഹം നമ്മുടെ ഈ ആലയത്തിൽ ലഭിക്കുന്ന ഒരു ദിവസം അച്ഛൻ്റെ പ്രാർത്ഥന ബലിയർപ്പണം നമുക്കൊരു അനുഗ്രഹമാണ്. അച്ഛനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ യാത്രകളിലുണ്ടായിരിക്കട്ടെ. ഈ തിങ്കളാഴ്ച ദിവസം വചനം കേട്ട ഓരോ വ്യക്തിക്കും അത് അനുഭവിക്കട്ടെ. ദൈവ പദ്ധതി പ്രകാരമുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഒരു ദോഷവും ഒരു തിന്മയും ഒരു അനർത്ഥവും വരത്തില്ല. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, നഷ്ടങ്ങൾ, ചതി, വഞ്ചന എല്ലാത്തിൽ നിന്നും അവ നമ്മെ സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ചില കാര്യങ്ങളിൽ നല്ല തുടക്കമുണ്ടാകട്ടെ, ചില പുതിയ ആരംഭങ്ങൾ ഉണ്ടാകട്ടെ, ചില ഉയർച്ചകൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ, ചില അനുഗ്രഹങ്ങൾ കയറി വരട്ടെ, ചില ഐശ്വര്യങ്ങൾ, ദൈവം തരുന്ന ഐശ്വര്യം ഉണ്ടാകട്ടെ, ദൈവഹിതപ്രകാരമുള്ള ചില മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ. പഠിക്കുന്നവർ പഠിച്ച് കയറി വരട്ടെ, ജോലി ചെയ്യുന്നവർക്ക് ചില പ്രൊമോഷൻ ഉണ്ടാകട്ടെ, ചില രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരില്ല, ഒരു അനർത്ഥവും വരത്തില്ല. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേകം ആളുകൾക്ക് പറ്റുന്നത് പോലൊക്കെ അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.